ചെവി അടപ്പും കേൾവിക്കുറവുമൊക്കെ ഉണ്ടാക്കുന്ന ചെവിയുടെ പിന്നിൽ ഫ്ലൂയിഡ് നിറയുന്ന ഓട്ടൈറ്റിസ് മീഡിയ വിത്ത് എഫ്യൂഷൻ എന്ന ടോപ്പിക്കിൽ നമ്മളൊരു വീഡിയോ ചെയ്തപ്പോൾ ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണ്, സർജിക്കൽ ഓപ്ഷനായ മിറിംഗോട്ടമി എങ്ങനെയാണ് ചെയ്യുന്നത്, ഇതിനുപയോഗിക്കുന്ന ട്യൂബിന്റെ ഡീറ്റെയിൽസ് പറയാമോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേർ സംശയങ്ങൾ അയച്ചിരുന്നു. ഇത്തരം സംശയങ്ങളെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ പെബിത, കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ENT സർജനാണ്. ചെവിയുടെ പിന്നിൽ ഫ്ലൂയിഡ് കെട്ടി നിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ചെറിയ കുട്ടികളിൽ അഡിനോയിഡ് ഗ്രന്ഥി വളരെ വലുതായി നിൽക്കുമ്പോൾ മൂക്കും ചെവിയും കണക്ട് ചെയ്യുന്ന യുസ്റ്റേഷ്യൻ ട്യൂബിനെ ബ്ലോക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ ചെറിയ കുട്ടികളിൽ അഡിനോയിഡ് ഗ്രന്ഥി നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയയോടൊപ്പം ചെവിയുടെ ഫ്ലൂയിഡും നീക്കം ചെയ്യാറുണ്ട്. ഈ ഒരു സർജറിയുടെ പേര് മിറിംഗോട്ടമി എന്നാണ്. ചെറിയ കുട്ടികൾക്ക് മാത്രമാണോ ഇത് ചെയ്യുന്നത്? തീർച്ചയായിട്ടുമല്ല. ഓട്ടൈറ്റിസ് മീഡിയ വിത്ത് എഫ്യൂഷനും മറ്റു പല കാരണങ്ങളും ഉണ്ടെന്ന് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടിരുന്നതാണ്. വിട്ടുമാറാത്ത അലർജി, ജലദോഷം, സൈനസൈറ്റിസ്, മൂക്കിന്റെ പിന്നിൽ എന്തെങ്കിലും ദശയോ അതല്ലെങ്കിൽ ട്യൂമറുകളോ ഒക്കെ വന്ന് ബ്ലോക്ക് ചെയ്താൽ ചെവിയുടെ പാടയുടെ പിന്നിൽ ഫ്ലൂയിഡ് നിറയാം. അപ്പോൾ ഇങ്ങനെയുള്ള മുതിർന്ന ആളുകൾക്കും നമുക്ക് മിറിംഗോട്ടമി ചെയ്യേണ്ടി വന്നേക്കാം. മിറിംഗോ എന്ന വാക്ക് ചെവിയുടെ കർണപടത്തെ സൂചിപ്പിക്കുന്നു. ഓട്ടമി എന്ന് പറഞ്ഞാൽ പാടയ്ക്ക് ഒരു ഹോൾ ഉണ്ടാക്കുന്നു. മിറിംഗോട്ടമി എന്ന വാക്കിന്റെ അർത്ഥം ചെവിയുടെ കർണപടത്തിന് ഒരു ദ്വാരമുണ്ടാക്കി ഈ നീര് എടുക്കുന്നുവെന്നാണ്. ഇനി ഈ മിറിംഗോട്ടമിയോടൊപ്പം ട്യൂബ് ഇടാറുണ്ട് എന്ന് പലപ്പോഴും ഡോക്ടർമാര് പറയുന്നുണ്ട്. എന്താണ് ഈ ട്യൂബിന്റെ പേര്? ഗ്രോമറ്റ് എന്നാണ് ഇതിനെ കോമൺ ആയിട്ട് പറയാറുള്ളത്. ഇതിന് വെന്റിലേഷൻ ട്യൂബ്, PE ട്യൂബ് അതായത് പ്രഷർ ഇക്വലൈസിംഗ് ട്യൂബ്, ടിംപനോസ്റ്റമി ട്യൂബ് എന്നൊക്കെയും പറയാറുണ്ട്. ഇങ്ങനെയൊക്കെ ഇതിനെ വിളിക്കാനുള്ള കാരണം നമ്മുടെ മിഡിൽ ഇയർ അഥവാ മധ്യകർണത്തിലുള്ള പ്രഷറും പുറമേക്കുള്ള പ്രഷറും ഇക്വലൈസ് ചെയ്യാൻ ഈ ട്യൂബ് സഹായിക്കുന്നത് കൊണ്ടാണ് ഇതിന് പ്രഷർ ഇക്വലൈസിംഗ് ട്യൂബ് അതല്ലെങ്കിൽ ഇയർ വെന്റിലേറ്റിംഗ് ട്യൂബ്സ് എന്നൊക്കെ പേര് വരാനുള്ള കാരണം. എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്? സിലിക്കോൺ, ടെഫ്ലോൺ തുടങ്ങിയ മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ ചെറിയൊരു സൈസ് ഇതിനുള്ളൂ, 1-2 മില്ലിമീറ്റർ വലിപ്പം മാത്രം. രണ്ടാമത്തെ ചോദ്യം, ആർക്കൊക്കെ എന്തിനൊക്കെ വേണ്ടിയാണ് ഈ സർജറി ചെയ്യുന്നത്? ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ അഡിനോയിഡ് ഉള്ള കുട്ടികളിൽ ചെവിയിൽ നീര് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മിറിംഗോട്ടമിയും ഗ്രോമറ്റ് ഇൻസേർഷനും അഡിനോയിഡും ടോൺസിലും ഒക്കെ നീക്കം ചെയ്യുന്ന പ്രൊസീജിയറിനോടൊപ്പം ചെയ്യാറുണ്ട്. പിന്നെയുള്ളത് മൂക്കിന്റെ പിന്നിൽ ദശയോ അതല്ലെങ്കിൽ പുതിയ ഗ്രോത്തോ ഒക്കെ വന്ന് പാടയുടെ പിന്നിൽ ഫ്ലൂയിഡ് നിറഞ്ഞിട്ടുള്ളവർക്ക് ഈ ഒരു പ്രൊസീജിയർ ചെയ്യാറുണ്ട്. വളരെ റെയറായിട്ട് സ്ക്യൂബ ഡൈവിങ് അതുപോലെ തന്നെ ബാരോട്രോമ, ഫ്ലൈറ്റ് ട്രാവലൊക്കെ കഴിഞ്ഞു വരുമ്പോൾ ചെവി മരുന്നുകൊണ്ട് തുറന്നിട്ടില്ലെങ്കിൽ ഇത്തരം ആൾക്കാരിലും ഈ മിറിംഗോട്ടമിയും ഗ്രോമറ്റ് ഇൻസേർഷനും ചിലപ്പോൾ ചെയ്യാറുണ്ട്. ഇത് മാത്രമല്ല, ചെവിയുടെ കർണപടത്തിന് പ്രശ്നം വരുന്ന അവസരത്തിൽ ചിലപ്പോഴൊക്കെ ചെവിയുടെ കർണപടം വളരെ ഉള്ളിലോട്ട് വലിഞ്ഞിരിക്കുന്ന അഡ്ഹെസീവ് ഓട്ടൈറ്റിസ് മീഡിയ എന്ന പ്രശ്നമുണ്ടാവാം. അപ്പോൾ ഉള്ളിലേക്ക് ഈ പാട വലിഞ്ഞു പോകുന്നതിനെ തടയാനും മധ്യകർണത്തിലെ വായുവിന്റെ പ്രഷർ ശരിയാക്കാനും കുറെ അധികം നാൾ ചെവിയുടെ ഉള്ളിൽ വെന്റിലേഷൻ വേണ്ടി വരുന്ന സാഹചര്യത്തിലും ഇത്തരം പ്രൊസീജിയേഴ്സ് ചെയ്യാറുണ്ട്. അടുത്ത സംശയം, ഈ ഗ്രോമറ്റ് ചെവിയുടെ ഉള്ളിൽ വെച്ചതുകൊണ്ട് എന്തൊക്കെ ഗുണമാണ് ഉണ്ടാവുക? ഇതിങ്ങനെ ചെയ്തില്ലെങ്കിൽ ചെവിയുടെ പാടയുടെ പിന്നിൽ ഈ ഫ്ലൂയിഡ് ദീർഘകാലം നിലനിന്ന് കഴിഞ്ഞാൽ കേൾവിക്കുറവുണ്ടാവും. ചെവിയുടെ ഉള്ളിൽ നമ്മുടെ കേൾവിക്ക് സഹായിക്കുന്ന കുഞ്ഞനെല്ലുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാം. പാട അകത്തോട്ട് വലിയും. ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ കേൾവിക്കുറവ് ഉണ്ടാകുന്നത് കൊണ്ട് പഠനത്തിൽ പിന്നോട്ട് പോകാം. അവരുടെ സംസാരവും മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള എബിലിറ്റിയൊക്കെ കുറഞ്ഞു വന്ന് കുഞ്ഞുങ്ങൾ വളരെ പിന്നോക്കം പോകുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടാറുണ്ട്. അതുപോലെ തന്നെ മിറിംഗോട്ടമിയും ഗ്രോമറ്റ് ഇൻസേർഷനും ചെയ്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ കുട്ടികളുടെ കേൾവി തിരിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശരിയാവാനായിട്ടാണ് നമ്മൾ ഈ ഗ്രോമറ്റ് ഇൻസേർഷൻ എന്ന പ്രോസസ്സ് ചെയ്യുന്നത്. ചെവിയുടെ പാടയുടെ പിന്നിൽ കുറെ കാലമായിട്ട് ഫ്ലൂയിഡ് കെട്ടി നിൽക്കുന്നുണ്ട്. അതിന് മരുന്ന് ഉപയോഗിച്ച് ചികിത്സിച്ചാൽ പോരെ? ഈ മിറിംഗോട്ടമി എന്ന് പറയുന്ന സർജിക്കൽ പ്രൊസീജിയറിന്റെ ഒക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ചില ആൾക്കാരുണ്ട്. 3 മാസത്തിലധികം ഈ ഫ്ലൂയിഡ് നമ്മൾ മരുന്നുകൾ ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്തു, എന്നാൽ അതിൽ വ്യത്യാസമൊന്നും വന്നിട്ടില്ല, കേൾവിക്കുറവ് നിലനിൽക്കുന്നു, ചെവി അടപ്പ് തുടരുന്നു. ഇത്തരം സാഹചര്യത്തിൽ നമ്മൾ ഈ ഒരു പ്രൊസീജിയർ ചെയ്തിട്ടില്ലെങ്കിൽ കേൾവിക്കുറവ് മോശമായിട്ട് വരാം.
കുട്ടികളാണെങ്കിൽ പഠനത്തിൽ പിന്നോക്കം പോവാം, മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി കൂടാം, പിന്നീട് ചെവിയിൽ ദ്വാരമൊക്കെ ഉണ്ടാവാം, പാട അകത്തോട്ട് വലിഞ്ഞ് കേൾവിയെ ബാധിക്കാം. അപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറീസ് പിന്നീട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് ഈ മിറിംഗോട്ടമിയും അതിനോടൊപ്പം ചെയ്യുന്ന ട്യൂബ് ഇൻസേർഷൻ. എങ്ങനെയാണ് ഈ സർജറി ചെയ്യുന്നത്? തരിപ്പിച്ചിട്ടാണോ അതോ മയക്കം കൊടുത്തിട്ടാണോ? ചെറിയ കുട്ടികളാണെങ്കിൽ തീർച്ചയായും മയക്കം കൊടുത്തിട്ട് തന്നെയാണ് ഈ മിറിംഗോട്ടമിയും ട്യൂബ് ഇൻസേർഷനും ചെയ്യുന്നത്. പൊതുവെ അഡിനോയിഡക്ടമിയും ടോൺസിലെക്ടമിയുടെയും കൂടെയാണ് കുട്ടികൾക്ക് രണ്ട് ചെവിയിൽ പ്രശ്നമുണ്ടെങ്കിൽ ഇത് ചെയ്യുന്നത്. വലിയ ആളുകളൊക്കെ ആണെങ്കിൽ തരിപ്പിച്ചിട്ടും ഈ സർജറി ചെയ്യാവുന്നതേ ഉള്ളൂ. ചെറിയ കുട്ടികൾ സർജറിക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ തലേ രാത്രി ഒരു 4 മുതൽ 6 മണിക്കൂർ വരെ വെള്ളം പോലും കുടിക്കാതെ റെഡി ആയിട്ട് വേണം ഹോസ്പിറ്റലിലേക്ക് എത്താൻ. ഒരു ഡേ കെയർ പ്രൊസീജിയറായിട്ട് ഇത് ചെയ്യുകയും ചെയ്യാം. സർജറി കഴിഞ്ഞ് ഒരു 4 മുതൽ 6 മണിക്കൂർ വരെ റിക്കവറി റൂമിൽ നിന്ന ശേഷം ഭക്ഷണമൊക്കെ എടുത്തു കുഴപ്പമൊന്നുമില്ലെങ്കിൽ വീട്ടിലേക്ക് പോവുകയും ആവാം. ചെവിയിൽ ഇട്ട ഈ ഗ്രോമറ്റിന് എന്ത് സംഭവിക്കും? പുറമേ നിന്ന് നോക്കിയാൽ ഇത് കാണാൻ കഴിയുമോ? പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സാധാരണ നമ്മൾ ഈ ഗ്രോമറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു 6 മാസത്തിനുള്ളിൽ ഇത് തനിയെ പുറത്തേക്ക് വരും. ചിലപ്പോൾ ഇത് മാതാപിതാക്കളുടെ ശ്രദ്ധയിൽപ്പെടാറുണ്ട്, ചിലപ്പോൾ ഇത് ചെവിയുടെ ഉള്ളിലുള്ള വാക്സിലൊക്കെ കുടുങ്ങിക്കിടക്കാറുമുണ്ട്. എന്നാൽ ഞാൻ മുമ്പ് പറഞ്ഞ ലോങ് ടേം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഗ്രോമറ്റ് ഇടുന്നതെങ്കിൽ നമ്മൾ സാധാരണ ഇടുന്ന കുഞ്ഞൻ ഗ്രോമറ്റിന് പകരം ടി ഷേപ്പിലുള്ള ട്യൂബ്സ് ആണ് ഇടുന്നത്. ഇങ്ങനെയുള്ള ടി ട്യൂബാണ് ഇടുന്നതെങ്കിൽ നമ്മൾ തന്നെ ഇത് എടുത്തു മാറ്റേണ്ടി വരും. ഇവ കുറെ വർഷത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇടുന്നതെന്നും കൂടി മനസ്സിലാക്കുക. ഈ മിറിംഗോട്ടമിയും ഗ്രോമറ്റ് ഇൻസേർഷനും കഴിഞ്ഞ ശേഷം ചെവിയിൽ ഒരു 24 മണിക്കൂർ ഓയിൻമെന്റുകൾ തേച്ചിട്ടുള്ള ഒരു കോട്ടൺ ബോൾ വെക്കാറുണ്ട്. പിന്നീട് അത് മാറ്റുകയും ചെയ്യും. ഒരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ കുട്ടിക്ക് സാധാരണഗതിയിലുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യാനും തുടങ്ങാം. സർജറി കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ചെവിയിൽ നിന്ന് നീരൊലിക്കലോ മറ്റോ ഉണ്ടാകുമോ? ആദ്യത്തെ ഒരു 2-3 ദിവസം രക്തത്തിന്റെ മയമുള്ള ചെറിയൊരു ദ്രാവകം ചെവിയിൽ നിന്ന് വരുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടാം. അത് തനിയെ 2-3 ദിവസത്തിനുള്ളിൽ നിൽക്കുകയും ചെയ്യും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2-3 ദിവസം കഴിഞ്ഞ് കുട്ടിയെ സ്കൂളിൽ വിടാം. എന്നാൽ അഡിനോയിഡക്ടമിയോ ടോൺസിലെക്ടമിയോ ഇതിന്റെ കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരം തന്നെ 7 മുതൽ 14 ദിവസം വരെ റെസ്റ്റ് എടുക്കേണ്ടതാണ്. മിറിംഗോട്ടമി ചെയ്തു കഴിഞ്ഞാൽ ചെവിയിൽ വെള്ളം കയറാതെ ശ്രദ്ധിക്കണോ എന്നുള്ളത് പല പേരൻസും ചോദിക്കുന്ന ഒരു കാര്യമാണ്. ആദ്യത്തെ ഒരു 2 ആഴ്ച കുളിക്കുന്ന സമയത്ത് ചെവിയിൽ ഒരു കോട്ടൺ ബോൾ വെച്ച് അതിന്റെ പുറത്ത് വാസലിനോ വെളിച്ചെണ്ണയോ തേച്ചിടുന്നത് നല്ലതാണ്. മിറിംഗോട്ടമി ചെയ്ത് ഗ്രോമറ്റ് ഇട്ടിരിക്കുന്ന കുട്ടികളിൽ പലപ്പോഴും പേരൻസിന് വരുന്ന ഒരു സംശയമാണ് കുട്ടികളെ നീന്താൻ കൊണ്ടുപോകാൻ സാധിക്കുമോ എന്നുള്ളത്. ആദ്യത്തെ 2 ആഴ്ച തീർച്ചയായും നീന്തൽ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നീട് ഇൻഫെക്ഷൻ ഒന്നും വരുന്നില്ല എന്ന് ഉറപ്പാക്കി കഴിഞ്ഞാൽ നീന്താൻ കൊണ്ടുപോകാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചെവിയിൽ ഇയർ പ്ലഗ് വയ്ക്കണം. അതുപോലെ തന്നെ ഹെഡ് ക്യാപ്പ് ചെവി കൂടി മൂടുന്ന രീതിയിൽ വെക്കാൻ ശ്രദ്ധിക്കുക. എന്നാൽ തല മുഴുവനായിട്ട് മുങ്ങിക്കുളിക്കുന്ന രീതിയിലുള്ള ഡൈവിങ്ങോ അതല്ലെങ്കിൽ മലിനജലത്തിലോ മറ്റോ ഇറങ്ങുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസോ നിർബന്ധമായും ചെയ്യരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നുള്ളൊരു സംശയം, മിറിംഗോട്ടമി ഒക്കെ ചെയ്ത ശേഷം ഫ്ലൈറ്റിൽ യാത്ര ചെയ്തു പോകാമോ? ഈ പ്രഷർ ഇക്വലൈസേഷൻ ഗ്രോമറ്റ് ഇടുമ്പോൾ വളരെ എളുപ്പമാവുന്നത് കൊണ്ട് ഫ്ലൈറ്റ് യാത്രയ്ക്ക് യാതൊരു പ്രശ്നവുമില്ല. 2-3 ദിവസം കഴിഞ്ഞാൽ തന്നെ ഫ്ലൈറ്റ് ട്രാവൽ ചെയ്യാവുന്നതുമാണ്. ഈ മിറിംഗോട്ടമി സർജറി ചെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം എന്ന് പലരും ചോദിക്കാറുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആയതുകൊണ്ട് സാധാരണ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഈ സർജറിക്ക് ഉണ്ടാവാറില്ല. എന്നാൽ വളരെ നേർത്ത കർണപടത്തിലാണ് നമ്മൾ ഇത് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ ഗ്രോമറ്റ് പുറത്തേക്ക് വന്നു കഴിഞ്ഞാലും ഒരു കുഞ്ഞു ദ്വാരം നിലനിന്നേക്കാം. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ പിന്നീട് ചിലപ്പോൾ നമ്മൾ ചെവിയുടെ കർണപടം റിപ്പയർ ചെയ്യാനുള്ള ടിമ്പനോപ്ലാസ്റ്റി എന്ന സർജറി ചെയ്യേണ്ടി വന്നേക്കാം. മിറിംഗോട്ടമി ചെയ്ത് ട്യൂബ് ഇട്ടിരിക്കുന്ന കുട്ടികളിൽ എന്തെങ്കിലും ഡേഞ്ചർ സൈൻസ് അല്ലെങ്കിൽ വാർണിംഗ് സൈൻസ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. വാർണിംഗ് സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിറിംഗോട്ടമി ചെയ്ത ശേഷം കേൾവിക്ക് ഇംപ്രൂവ്മെന്റ് വരുന്നില്ല, ഇത് ശ്രദ്ധിക്കേണ്ട ഒരു ലക്ഷണമാണ്. പിന്നെയുള്ളത് ചെവിയിൽ നിന്ന് എപ്പോഴും ദ്രാവകമൊലിക്കുക, ഇതും ഒരു ഇൻഫെക്ഷന്റെ സൂചനയാണ്. മൂന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിനോടൊപ്പം വളരെ ശക്തിയായിട്ടുള്ള വേദന കുഞ്ഞ് പറയുന്നുണ്ട്, അതല്ലെങ്കിൽ ഇത് ചെയ്തയാൾ പറയുന്നുണ്ട്. ഈ 3 കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ വീണ്ടും ചെന്ന് കാണിക്കേണ്ടതുമാണ്.
അപ്പോൾ മിറിങ്കോട്ടമി സർജറി ചെയ്ത ശേഷം ഒരു 10 ദിവസത്തിനുള്ളിൽ റിവ്യൂ പറയാറുണ്ട്. അത് കഴിഞ്ഞ് സാധാരണ പോലെ ഡോക്ടർ കാണിക്കാൻ ആവശ്യപ്പെടുമ്പോൾ മാത്രം ഹോസ്പിറ്റലിലേക്ക് എത്തിയാൽ മതിയാവും. ചെവിയുടെ മധ്യകർണത്തിൽ ഫ്ലൂയിഡ് നിറയുന്ന ഓട്ടൈറ്റിസ് മീഡിയ വിത്ത് എഫ്യൂഷൻ എന്ന പ്രശ്നം എങ്ങനെ ഉണ്ടാവുന്നു എന്ന് നമ്മളൊരു വീഡിയോയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. മിറിങ്കോട്ടമിയും ഗ്രോമറ്റ് ഇൻസേർഷനും എന്ന പ്രൊസീജിയർ എങ്ങനെ ചെയ്യാം, എന്ത് തരം ട്യൂബാണ് ഉപയോഗിക്കുന്നത്, ട്യൂബ് ഇട്ട് കഴിഞ്ഞാൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, നീന്താൻ പോകാമോ, എയർ ട്രാവൽ പറ്റുമോ, ഇത്തരം സംശയങ്ങളെ പറ്റിയെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഒരു സംശയം നിങ്ങൾക്ക് ബാക്കിയുണ്ടെങ്കിൽ ഇതൊന്ന് കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തണമേ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യുക.